നമസ്കാരം. ഞാൻ സോയ് പി ജേക്കബ്, ന്യൂസ് ഡെസ്ക് ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല. ഇന്ന് 2024 ആഗസ്റ്റ് 12 തിങ്കളാഴ്ച. ഇന്നത്തെ പ്രധാന പത്രങ്ങളെല്ലാം പരിശോധിച്ച് അവയിലെ വിദ്യാഭ്യാസ വാർത്തകൾ ശേഖരിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്, വേഗത്തിലും ചുരുക്കത്തിലും. ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ: സംസ്ഥാന മെഡിക്കൽ കൗൺസിലിംഗ് നടപടികൾ ഈ മാസം 21 മുതൽ. മാതൃഭൂമി പത്രത്തിന്റെ വിദ്യാഭ്യാസം പേജ് ആണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നീറ്റ് UG സംസ്ഥാന മെഡിക്കൽ കൗൺസിലിംഗ് നടപടികൾ 21 മുതൽ എന്ന ഹെഡിങ്ങോടുകൂടി NCC പുറപ്പെടുവിച്ച സമയക്രമത്തെ പറ്റിയാണ് ഇന്ന് വാർത്ത പറയുന്നത്. നീറ്റ് UG 2024 അടിസ്ഥാനമാക്കി MBBS BDS കോഴ്സുകളിലേക്കുള്ള സംസ്ഥാന തലത്തിൽ നടത്തേണ്ട സ്റ്റേറ്റ് കോട്ട അലോട്ട്മെന്റുകളുടെ സമയക്രമം മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി പ്രസിദ്ധപ്പെടുത്തി. MCC ഈ കൗൺസിലിംഗിന്റെ സമയക്രമം നേരത്തെ തന്നെ പ്രസിദ്ധപ്പെടുത്തിയതാണ്. കേരളത്തിലെ പ്രധാന പത്രങ്ങളെല്ലാം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. എങ്കിലും ഈ കൗൺസിലിംഗ് നടപടികളുടെ പ്രാധാന്യവും അവയുടെ സുതാര്യതയും സൂക്ഷ്മതയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് വീണ്ടും ഈ വാർത്ത മാതൃഭൂമി പത്രം റിപ്പോർട്ട് ചെയ്യുകയാണ്. MCC ആദ്യ റൗണ്ട് നടപടികൾ ഓഗസ്റ്റ് 14 തുടങ്ങും. ആദ്യ അലോട്ട്മെന്റ് 23, പ്രവേശനം 29 സ്ഥാപനങ്ങൾ പ്രവേശന വിവരങ്ങൾ 30-31 തീയതികളിലായി MCCക്ക് നൽകണം. അതായത് ഈ കൗൺസിലിംഗിന്റെ ഒന്നാം ഘട്ടത്തിലെ പ്രധാന തീയതികൾ, രണ്ടാം ഘട്ടത്തിലെ പ്രവേശന നടപടികൾ, പ്രവേശന രീതികൾ, മൂന്നാം ഘട്ടത്തിൽ അനുവർത്തിക്കുന്ന പ്രവേശന നടപടികളെ രീതികൾ, കൂടാതെ സ്ട്രേ വേക്കൻസിയിൽ അനുവർത്തിക്കേണ്ട പ്രത്യേകതകളെ പറ്റിയും റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ക്ലാസുകൾ ഒക്ടോബർ 1 തുടങ്ങും. MCC മൂന്നാം റൗണ്ട് നടപടികൾ 26 തുടങ്ങും. സ്ട്രേ വേക്കൻസി ഒക്ടോബർ 16 മുതൽ 23 വരെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് mcc.nic.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇനി മറ്റൊരു വാർത്ത പറഞ്ഞിരിക്കുന്നു. തമിഴ്നാട് മെഡിക്കൽ പ്രവേശനം 42,951 അപേക്ഷകർ. റാങ്ക് പട്ടിക 19. തമിഴ്നാട്ടിൽ MBBS BDS കോഴ്സുകളിലെ പ്രവേശനത്തിനായി അപേക്ഷ നൽകിയത് 42,951 വിദ്യാർത്ഥികൾ. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം 19 റാങ്ക് പട്ടിക പുറത്തിറക്കുമെന്ന് ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗം അറിയിച്ചിരിക്കുന്നു. അഖിലേന്ത്യാ കോട്ട സീറ്റുകളിൽ 14 പ്രവേശന കൗൺസിലിംഗ് ആരംഭിക്കും. മറ്റ് വിഭാഗത്തിൽ ഓഗസ്റ്റ് 21 മുതലാണ് തുടങ്ങുന്നത്. കൗൺസിലിംഗിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾക്ക് തമിഴ്നാട് മെഡിക്കൽ സെലക്ഷൻ കമ്മിറ്റിയുടെ tnmedicalselection.org എന്ന വെബ്സൈറ്റ് പരിശോധിക്കുക. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത പറയുന്നു. കീം അപേക്ഷ തെറ്റുതിരുത്താം. കീം 2024 മുഖേന MBBS BDS കോഴ്സുകളിലെ NRI കോട്ട സീറ്റുകളിലേക്ക് പ്രവേശനത്തിന് അർഹത നേടിയവരുടെ NRI സർട്ടിഫിക്കറ്റിലെ തെറ്റുകൾ 13-ാം തീയതി, അതായത് നാളെ വരെ തിരുത്താൻ അവസരം. 2024-25 വർഷത്തെ കേരള മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലെ പ്രവേശനം സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് ഫോട്ടോ, നേറ്റിവിറ്റി, നാഷണാലിറ്റി തുടങ്ങിയ സർട്ടിഫിക്കറ്റുകളിലെ തിരുത്തലുകൾ സംബന്ധിച്ച മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രത്യേക സംവരണാനുകൂല്യങ്ങൾ റദ്ദാക്കാതിരിക്കാൻ, റാങ്ക് ഒഴിവാക്കാതിരിക്കാൻ നിശ്ചിത സമയത്ത് ഈ തെറ്റുകൾ തിരുത്താം. അതായത് തെറ്റുകൾ തിരുത്തി അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവസാന തീയതി നാളെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.ce.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അല്ലെങ്കിൽ നേരിട്ട് വിളിച്ചന്വേഷിക്കുന്നതിന് 0471252530 എന്ന ഫോൺ നമ്പറും പ്രയോജനപ്പെടുത്താം. ഇതോടെ ഇന്നത്തെ വിദ്യാഭ്യാസ വാർത്തകൾ പൂർണ്ണമാവുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.